മലയാളം അല്ലാതെ മറ്റു ഭാഷകളിൽ ചെയ്തിട്ടുണ്ട്? ഞാൻ തമിഴിൽ ഇപ്പൊ ശരത് കുമാറിന്റെ പുതിയ പടം ആഴി എന്ന് പറഞ്ഞ് റിലീസ് ആകുമ്പോൾ പുതിയ പടത്തിൽ ഞാനിപ്പോ എന്റെ ഡോഗിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പരമഗുരു എന്നും പറഞ്ഞ് ശശികുമാറിന്റെ ഒരു പടം ചെയ്തിട്ടുണ്ട്. പിന്നെ മാര എന്ന് പറഞ്ഞ തമിഴ് പടം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ RK മീഡിയ ബാഹുബലി പ്രൊഡക്ഷൻസിന്റെ അപ്പൊ അവരുടെ പുതിയൊരു പരിപാടി ഇപ്പൊ തമിഴിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുട്ടിക്കാനത്തായിരുന്നു ഷൂട്ട്, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സിനിമകളൊക്കെ തമിഴിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തമിഴിലേക്കാണ് ഇനിയിപ്പോ അടുത്ത ഫോക്കസ് മുഴുവൻ. കാരണം ഇപ്പൊ ഒരു ആനയെ വെച്ചിട്ട് ധനുഷിന്റെ ഒരു പടം സംസാരിച്ചിട്ടുണ്ട്. അത് ഏകദേശം ജൂണിൽ ഷൂട്ട് തുടങ്ങും. ഇപ്പൊ ഇദ്ദേഹം ഈ പടത്തിന് റിലീസിന് ശേഷമേ ഇദ്ദേഹത്തിന് പറ്റിയ ആളുകൾ തേടി വരുന്നുണ്ടോ? എന്താണ് ആളുകളുടെ ഒരു പ്രതികരണം? ഇവനെ സുട്ടുവിനെ അന്വേഷിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ സുട്ടുവിനെ പറ്റി അതിന്റെ ഫീഡ്ബാക്കുകൾ, സുട്ടു എന്തെടുക്കുന്നു, സുട്ടു എവിടെയാണെന്നുള്ളതൊക്കെ തിരക്കുന്നുണ്ട്. ഈ CID മൂസയില് പറയുമല്ലോ, ഈ പട്ടിക്ക് മെനു ഉണ്ട് സാർ, എന്റെ പട്ടിക്ക് മെനു ഉണ്ട് സാർ എന്ന് പറയുമല്ലോ CID മൂസയില്. തീർച്ചയായിട്ടും ഈ പടത്തിൽ ഇവര് മെനു ഉണ്ടായിരുന്നു. പറഞ്ഞുതരാം. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഷൂട്ട് കഴിയുമ്പോഴത്തേനും നമ്മള് എങ്ങനെയാണ് വെച്ചാൽ ഒരു ദിവസം 5 കരിക്ക് ആ സെറ്റിലുണ്ടാവും. കാരണം ഷൂട്ട് കഴിയുമ്പോൾ ഈ ഡോഗ് അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു. രാവിലെ തൊട്ടൊന്ന് പറയോ? കറക്റ്റ് രാവിലെ ഇവൻ എഴുന്നേക്കുന്നത് തന്നെ, ഇവനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ചിക്കൻ അല്ലേ, ചിക്കൻ വാങ്ങിച്ചിട്ട് നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ചിക്കൻ കൂടെ തന്നെ ഇവനെ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ബേക്കഡ് ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫുഡ് ഉണ്ട്, ബിസ്ക്കറ്റ്. ഇതിലൂടെ മാത്രമേ ഇവനെ ട്രെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് അവന്റെ ഇഷ്ട സംഭവം. പിന്നെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് കെനൈൻ ഗ്രീക്ക് എന്ന് പറയുന്ന ഡോഗ് ഫുഡ് ഉണ്ട്, അതൊരു കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും. അത് കഴിയുമ്പോഴത്തേനും പുള്ളിനെ കുറച്ച് നേരം നമ്മൾ വാക്കിങ്ങിന് എടുത്ത് കൊണ്ടുപോകും. യൂറിൻ ലാട്രൻ എല്ലാം വെളി ചെയ്തതിന് ശേഷം പുള്ളി റെഡിയായി വരും. നമുക്കത് അറിയാം ഒരു ഡോഗ് അഭിനയിക്കാൻ വരും. രാവിലെ എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ കുറച്ച് നേരം നമ്മൾ കൊണ്ട് നടന്ന് യൂറിനൊക്കെ അടിച്ച് എല്ലാം റെഡിയായി നമ്മളെ വിളിക്കും ഡോഗ്, ബാ നമുക്ക് അഭിനയിക്കാം ആശാനെ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഇവനെ വരുമ്പോൾ രാവിലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഷൂട്ട് തുടങ്ങും. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു 11 മണിയാകുമ്പോഴത്തേനും ഒരു കരിക്ക് വരും. അത് ശരിക്കും പറഞ്ഞാൽ കരിക്ക് വെട്ടി റെഡിയാക്കി നമ്മൾ അവരുടെ തന്നെ പ്രൊഡക്ഷനിലെ മറ്റേ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് തണുപ്പിച്ചാൽ കൊടുക്കും. കാരണം ആ ചൂട് താങ്ങാൻ പറ്റില്ല ഡോഗിന്. അതിനനുസരിച്ച് രാവിലെ ഒരു കരിക്കും വെള്ളം കൊടുക്കും. അതുപോലെ തന്നെ ഉച്ചക്ക് പിന്നെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉച്ചക്ക് ആഹാരം ഉണ്ടാവും. ചിലപ്പോൾ ബീഫും ചോറും ആയിരിക്കാം, അല്ലെങ്കിൽ മീനും ചോറും. മാറി ഓരോ ദിവസം ചിലപ്പോൾ എഗ് റൈസ് ആയിരിക്കും, അല്ല കേഡ് റൈസ് ആയിരിക്കും. മാറ്റി മാറ്റി ഫുഡ് കൊടുക്കും. അത് കഴിയുമ്പോഴത്തേനും വൈകുന്നേരം ആകുമ്പോൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് തണുത്ത വെള്ളം കൊടുക്കും. അങ്ങനെ ആ ഒരു കാരണം കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുത്താണ് അതിനെ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ലിമിറ്റഡ് ഫുഡേ ഉള്ളൂ ആ പടത്തിൽ. കാരണം ഡോഗ് ഒരുപാട് ഹ്യൂജ് സൈസായ പടം വർക്കാവില്ല. അപ്പൊ അതിനൊരു ഷെഡ്യൂൾ പാറ്റേൺ ഉണ്ട്. അതായത് ഫാറ്റ് കയറാത്ത ഡോഗ് ഫുഡുകൾ യൂസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബോഡി മെയിൻ്റെനൻസ് ചെയ്തിരിക്കുന്നത്. അന്ന് ഷൂട്ട് ചെയ്ത രീതിയിലല്ല ഇപ്പൊ ഡോഗ്. ഡയറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഡയറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. ആയിഷേട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിർബന്ധമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇദ്ദേഹത്തിന് എക്സസൈസ് പാറ്റേൺ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് മോർണിംഗ് ഈവനിങ് ഇവനെ വൃത്തിയിൽ പ്രാക്ടീസ് ചെയ്യും. അതുപോലെ തന്നെ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു തരും. അതിന് സ്ക്രിപ്റ്റ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യും. ഈ ചാട്ടങ്ങൾ ഉണ്ടല്ലോ, വലിയ വട്ടങ്ങളിലൊക്കെ ചാടി മറിയുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എങ്ങനെയായിരുന്നു? അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹഡിൽസ് സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു നല്ല സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെറിയ ഫ്ലൈവുഡിന്റെ പീസുകൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ആദ്യം ഒരു ഫ്ലൈവുഡിന്റെ ഹൈറ്റ് ചാടും. അത് കഴിയുമ്പോഴത്തേക്ക് അത് ചാടി, അതായത് ഓടി വരുന്നു, ഡോഗ് ചാടി വരുമ്പോൾ ട്രീറ്റ് കിട്ടും. അപ്പോൾ അവൻ്റെ മൈൻഡിലോട്ട് വരും, ഞാൻ ഓടിയാൽ എനിക്ക് എൻ്റെ മാസ്റ്റർ കുറേ ആഹാരം തരും എന്നുള്ള ഒരു ചിന്താഗതി അവന് വന്നു കഴിയുമ്പോൾ ഞാൻ പണിയെടുത്താൽ എനിക്ക് ട്രീറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഹൈറ്റ് കൂട്ടി കൊണ്ടുവരും. അപ്പോൾ ഡോഗിന് അതൊന്നും ഒരു വിഷയമല്ല. ഇത്രയും ഹൈറ്റിൽ ചാടിയ ഡോഗിന് ഈ ഒരു ചെറിയ ചാട്ടങ്ങളൊന്നും പ്രോബ്ലം ഇല്ല. അതൊക്കെ പ്രോപ്പർലി നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഡോഗിന്. ഇപ്പൊ ഇതിനകത്തൊരു ആർട്ടിസ്റ്റിനെ കടിക്കുന്നുണ്ടല്ലോ, കയ്യില് പല്ലൊക്കെ കാണാം കയ്യില്, അതെങ്ങനെയാ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചിക്കൻ്റെ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഡോഗിനെ ഇങ്ങനെ, അപ്പൊ ഡോഗ് അത് ട്രീറ്റ് എടുക്കാനുള്ള ഇങ്ങനെ പിടിച്ച് അങ്ങനെ നമ്മൾ മാസങ്ങളോളം എടുത്തത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡോഗ് ഓട്ടോമാറ്റിക് അങ്ങനെ ബൈറ്റ് ചെയ്യില്ല. ആ കടിക്കുന്ന കൈ തന്നെയാണോ ഉപയോഗിക്കുന്നത്? എന്റെ കൈ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, ആ പടത്തിൽ ശരിക്കും അതല്ല, ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്റെ കൈ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ചെറിയ റിസ്ക് ഇത് ശരിക്കും അല്ല, നമ്മള് എന്താ പറയണത്, എനിക്ക് അങ്ങനെ നമ്മള് ജീവിതത്തിൽ റിസ്ക് എടുത്താലേ നമ്മൾ വിജയിക്കത്തുള്ളൂ. കാരണം ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇന്ന് ഈ 150 സിനിമ വന്നത്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഞാൻ അവിടുന്ന് കഷ്ടപ്പെട്ടാണ് കയറിയാണ് ഇവിടം വരെ എത്തിയത്. കയ്യിലൊരു ചിക്കനിന്റെ കഷ്ണം വെച്ചിട്ട് ഡെയിലി ആദ്യം ഒരു ചിക്കന്റെ പീസ് വെച്ച്, അപ്പൊ ഡോഗ് അത് എടുക്കാനായിട്ട് ഇങ്ങനെ പിടിച്ച് ടെൻഡൻസി കാണിക്കും. അത് കഴിയുമ്പോൾ കുറച്ച് ഗ്രേവി വെക്കും. അപ്പൊ ആ ഗ്രേവിയിൽ ടേസ്റ്റ് കാണിക്കും. അങ്ങനെ അപ്പൊ ഡോഗിന് മനസ്സിലാവും. പിന്നെ ഡോഗ് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേനും ട്രീറ്റ് കൊടുക്കില്ല. അപ്പൊ അവന് മനസ്സിലാവും, ഞാൻ ഇങ്ങനെ പിടിച്ചാൽ എനിക്ക് വെറൈറ്റി ട്രീറ്റ് കിട്ടും. അപ്പൊ അവൻ ആ പിടിക്കും, നമ്മൾ ട്രീറ്റ് കൊടുക്കും. അങ്ങനെ സെറ്റ് ചെയ്തിരിക്കും. ശരിക്കും പല്ലൊക്കെ കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ എടുക്കും. അങ്ങനെ മുറിക്കത്തില്ല ഡോഗ്. നമുക്ക് അതിനെപ്പറ്റി 100% കോൺഫിഡന്റ് ഉണ്ട് നമുക്ക്. കാരണം ഡോഗ് ഇത് നമ്മൾ മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്തിരിക്കുന്നതാണ്. കാരണം
വേറെ ആളുടെ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാനനുസരിച്ച് ഡോഗ് വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ ശരിക്കും ആ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പറയാം, ആ ക്യാമറമാൻ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പുള്ളി ഇങ്ങനെ മേളിൽ നിന്ന് അത്രയും വലിയ ക്യാമറ ഇത് പിടിച്ചോണ്ടിരിക്കുന്നത്, അത്രയും വെയിറ്റ് പിടിച്ചോണ്ടിരിക്കുക. സുബിൻ ചേട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, സെബിൻ ചേട്ടൻ അത് ഇങ്ങനെ ഈ ഷോട്ട് കുറേ നേരം ഇങ്ങനെ എടുത്തെടുത്ത് അത് സെറ്റാവണില്ലായിരുന്നു ആദ്യമൊന്നും. അപ്പോൾ പുള്ളി ഇങ്ങനെ അവസാനം മടുക്കും. കാരണം ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പടത്തിന് വേണ്ടി ശരിക്കും പുള്ളി കഷ്ടപ്പെട്ട പോലെ ഞാൻ ഇത്രയും നാൾ ഒരു ക്യാമറമാൻ ഇതുപോലെ വർക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ല ജീവിതത്തിൽ. എത്ര സമയം എടുത്ത് കടിക്കുന്ന ഷോട്ട്? ആ ഷോട്ട് ആദ്യത്തെ ദിവസം വർക്കായില്ല, രണ്ടാമത്തെ ദിവസമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ. 2 ദിവസം എടുത്ത ആ ഷൂട്ട്. കാരണം ഡോഗിന്റെ മൈൻഡ് അനുസരിച്ച്, കാരണം രാജേഷേന്റെ നിർബന്ധം എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ഇല്ല സീൻ കിട്ടണം. അതിനുവേണ്ടി ഡേറ്റുകൾ പ്രശ്നമല്ല, പ്രൊഡക്ഷൻ സൈഡിലും ഡേറ്റ് പ്രശ്നമാണ്. അരുൺചേട്ടനാണ് അതിനകത്ത് എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അരുൺചേട്ടന് ഓൾറെഡി നമുക്ക് എല്ലാ കാര്യങ്ങളും, ഇപ്പൊ സുട്ടുവിന് താമസിക്കാനാണെങ്കിൽ കൊല്ലംകോട് ടൗണിൽ തന്നെ ഏറ്റവും നല്ല ഹോട്ടലിൽ AC റൂമാണ് സുട്ടു ജീവിച്ചിരുന്നത്. കംപ്ലീറ്റ് പുള്ളി AC ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു നായകന് കിട്ടണ്ട, അവനാണ് നായകൻ. കരിക്ക് എല്ലാം അവന്റെ മെനു വരെ പ്രൊഡക്ഷൻ നമുക്ക് അതിനു വേണ്ടി ചെയ്തു. എല്ലാ കാര്യത്തിനും ഒരു കോംപ്രമൈസ് ഇല്ല. അവന്റെ കാര്യത്തിനകത്ത് പ്രൊഡക്ഷനും കോംപ്രമൈസ് ഇല്ല, ഡയറക്ടർ സൈഡിനും കോംപ്രമൈസ് ഇല്ല. എല്ലാ കാര്യത്തിലും സുട്ടുവിന് ഡ്യൂപ്പ് ഉണ്ടായിരുന്നു. സുട്ടുവിന് ഒരു ഡ്യൂപ്പ് ഉണ്ടായിരുന്നു, ലൂണ എന്ന് പറഞ്ഞ ഡോഗ്. കാരണം ഡ്യൂപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവന്റെ മാർക്കിംഗ് ഉള്ള ഡോഗ് കേരളത്തിൽ ഇവൻ മാത്രമേ ഉള്ളൂ. കാരണം സാധാരണ ഓൺലി 1 പീസ് എന്ന് പറഞ്ഞാൽ, അതായത് സാധാരണ ഡാൽമേഷൻ ഇങ്ങനെ കുറെ പുള്ളികളുണ്ടാവും. ഇത് ഈ ഡാൽമേഷന്റെ ഹിസ്റ്ററിയിൽ വളരെ റെയറായിട്ട് വരുന്ന ഒരു മാർക്കിംഗ് ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ വൈറ്റില് നമ്മുടെ കോഫി ബ്രൗൺ പാറ്റേൺ ആണ് ഡിസൈൻ വരുന്നത്. അങ്ങനത്തെ ഡോഗ് വളരെ കുറവാണ്. എല്ലാവർക്കും ഇഷ്ടം ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ഡോഗിനാണ് എല്ലാവർക്കും ഇഷ്ടം. ഈ ഇപ്പൊ ഷോട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം തന്നെ പോയി കാരവാനിൽ പോയിരിക്കുമെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇടക്ക് പുള്ളിയുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുറത്ത് ഭയങ്കര ഹ്യൂമിഡിറ്റിയാ. പുള്ളി വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും പുള്ളിനെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷൂട്ട് കഴിയുമ്പോഴത്തേനും പുള്ളി തന്നെ നേരെ നമ്മുടെ ഡോർ തുറന്നാൽ ചാടി അതി കയറി ഇങ്ങനെ കിടക്കും കുറച്ചു നേരം. പിന്നെ പുള്ളി റെസ്റ്റ് എടുത്ത് പുള്ളി ആക്റ്റീവായി എഴുന്നേക്കുമ്പോഴായിരിക്കും നമ്മൾ അടുത്ത ഷോട്ടുകൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് അറിയുന്നുണ്ടല്ലോ ഇദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ അറിയാം. കാരണം അവൻ സംസാരിക്കും നമ്മുടെ അടുത്ത്. ചില സാധനങ്ങൾ, ചില കണ്ണുകളുടെ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. എന്തായാലും ഉഷാറായിട്ട് തന്നെ പോട്ടെ ബാക്കിയുള്ള സിനിമ സ്വപ്നങ്ങൾ. 189 സിനിമ എന്ന് പറയുന്നത് ഒരു ചെറിയ എണ്ണമല്ല. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരാം. പിന്നെ എന്റെ ടീമിൽ അന്ന് എന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എന്റെ ആൾക്കാരെ കൂടെ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ എന്റെ ഈ പെണ്ണും പൊറോട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് എന്റെ കൂടെ അന്ന് അസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടായിരുന്നത് മുകേഷ് എന്ന് പറഞ്ഞ് എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, ആലപ്പുഴയുള്ള മുകേഷ്. പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ എന്റെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ പോസിറ്റീവ് എനർജി നിന്ന് നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നത്. മുകേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. പിന്നെ അബി എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ടായിരുന്നു. കാരണം ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരാൾ വേണമായിരുന്നു. അബി എന്ന് പറഞ്ഞ പയ്യനുണ്ടായിരുന്നു. അങ്ങനെ 2-3 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. കാരണം ഏത് പ്രോജക്റ്റ് ചെയ്താലും നമുക്കൊരു മോട്ടിവേറ്റർ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ എന്നും പറഞ്ഞ് ചെമ്പിലുള്ളതാണ് പുള്ളിക്ക്. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ജിതിൻ ചെമ്പ്. പുള്ളിയാണ് ഈ പടത്തിനും നമുക്ക് ഓടാനുള്ളൊരു പ്രചോദനം തന്നിരിക്കുന്നത്.